ആ രാത്രിയിൽ അവൾ വന്നു. ആ വീട് വീണ്ടും തുറക്കേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. ആ ഗ്രാമത്തിലെ ആ പഴയ വീടിനു പുറത്ത് നിശബ്ദത മാത്രം. ആ ഗ്രാമം അവൾക്ക് എല്ലാമായിരുന്നു. ആ നിലാവെളിച്ചത്ത് അവൾ ആ വീട് കണ്ടു. പണ്ട് അമ്മയെയും അച്ഛനുമായി ഓടിക്കളിച്ച ആ വീട്. ഇന്ന് ആ വീട് നിശബ്ദം ആണ്. പണ്ട് കളിയും ചിരിയും ഉണ്ടായിരുന്ന വീട്. അനന്യ പതുക്കെ ആ വീടിൻ്റെ കതക് മെല്ലെ തുറന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ മരണവാർത്ത കേട്ടപ്പോഴാണ് തിരിച്ചു വന്നത്. ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അച്ഛൻ്റെ മരണവാർത്ത എന്നെ തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളുള്ള വീട്. അവൾ ഓർത്തു, ഈ ഗ്രാമത്തിലെ ഈ വീട് മാത്രം പഴയതുപോലെ തന്നെ അതേപടി നിൽക്കുന്നു. ചുറ്റുമുള്ള വീടുകൾ മാറി, ആളുകൾ മാറി, പക്ഷേ ഈ വീട് മാത്രം അതേപോലെ നിൽക്കുന്നു. അവൾ മുറിയിലേക്ക് മെല്ലെ നടന്നു. പഴയ ഫോട്ടോകൾ പൊടി പിടിച്ച് കിടക്കുന്നു താഴെ. അവൾ അത് എടുത്ത് നോക്കി. പൊടി തൂത്ത് കളഞ്ഞിട്ട് വീടിൻ്റെ മേശയിൽ വെച്ചു. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ, അവളുടെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അച്ഛനും അമ്മയും മരിച്ച ശേഷം ആദ്യമായിട്ടാണ് ഈ പഴയ വീട്ടിലേക്ക് അവൾ വന്നത്. അച്ഛൻ അമ്മ മരിച്ചതിന് ശേഷം വേറെ വിവാഹം കഴിച്ചു പോയതാണ്. രണ്ടാം അമ്മയോടൊപ്പം താമസിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് വന്നത്. അവൾ ചുറ്റും നോക്കി. മുറികളെല്ലാം വൃത്തിയുള്ളതായിരുന്നു. അവൾ അകത്തേക്ക് നോക്കി. അലമാരയിൽ തൂങ്ങിയ അമ്മയുടെ പഴയ സാരി. പിന്നെ അവൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. മുറിയുടെ കോണിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിളക്ക്. കറണ്ടില്ലല്ലോ, അനന്യ സ്വയം പറഞ്ഞു. പക്ഷേ വിളക്ക് കത്തുന്നത് കണ്ടപ്പോൾ അനന്യയ്ക്ക് അത്ഭുതം തോന്നി. അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഈ വിളക്ക് ഒരിക്കലും അണയാൻ അനുവദിക്കില്ലായിരുന്നു. ഇതണഞ്ഞാൽ വീട് ഒറ്റപ്പെടും എന്നായിരുന്നു അമ്മ പറയാറ്. അടുക്കളയിൽ പാത്രങ്ങൾ നീങ്ങുന്ന ശബ്ദം, പാത്രം അടയ്ക്കുന്ന ശബ്ദം, പിന്നെ മൗനമായി വിളിക്കുന്ന പോലെ തോന്നി, മോളെ. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ആരുമില്ല. പക്ഷെ ചായക്കപ്പിൽ നിന്നും പുക ഉയരുന്നു. അവളുടെ കൈകൾ വിറച്ചു. അവൾ ഓർത്തു, അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ അവസാന വാക്കുകൾ, ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവുകയില്ല. ഇതൊക്കെ കണ്ട് അവൾ പേടിച്ചില്ല. കാരണം അനന്യയ്ക്കറിയാമായിരുന്നു, ഈ വീട് വിട്ട് അമ്മ എങ്ങും പോയിട്ടില്ല. അവൾ ഓരോന്നോർത്ത് കിടന്നു. ഉറക്കത്തിൽ അവൾ ഒരു ചെറിയ ശബ്ദം കേട്ടു. ഞെട്ടി ഉണർന്നു. കണ്ണു തുറന്നു നോക്കി. ആ കെടാതെ നിൽക്കുന്ന വിളക്കിൻ്റെ തിരി ആരോ ശരിയാക്കുന്നത് പോലെ. അവൾ പേടിച്ചില്ല, കാരണം അത് പരിചിതമായ ഒരു സാന്നിധ്യം പോലെ തോന്നി അവൾക്ക്. അടുത്ത ദിവസങ്ങളിലും അതേ സംഭവങ്ങൾ തുടർന്നു. രാത്രി വിളക്ക് കത്തും, രാവിലെ അണയും. അവൾ ഉറങ്ങുമ്പോൾ ഒരു കൈ മുടിയിൽ തഴുകുന്ന ഫീൽ. അവൾക്കൊട്ടും പേടി തോന്നിയില്ല, കാരണം അത് സ്നേഹമായിരുന്നു. അതെ, അമ്മ എന്ന സ്നേഹം. ഞാൻ ഒറ്റയ്ക്കല്ല, അവൾ പുഞ്ചിരിച്ചു. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല. അമ്മ എന്ന സ്നേഹം, സാന്നിധ്യം എന്നും എന്നോടൊപ്പം ഉണ്ടാകും. അവൾ പുഞ്ചിരിയോടെ നടന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.